ഗൈസ്, നമ്മൾ 2 മാസം മുമ്പ് 504 കാടക്കോഴിയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കാടക്കോഴി ഇപ്പൊ എത്ര എണ്ണത്തിലാണ് എത്തി നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അങ്ങനെ നമ്മുടെ 504 കോഴിയിൽ നിന്ന് ഇപ്പൊ ഏകദേശം 2 കോഴി ആയിട്ടുണ്ട്. ഇപ്പം ഇയാൾക്ക് മാത്രമേ ഉള്ളൂ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത്. ഈ കോഴിക്ക് എന്തോ ഒരു പനി പോലെ ഉണ്ടെന്ന് തോന്നി. ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ മരുന്നൊക്കെ കൊടുത്തിട്ട് ഇട്ടേക്കായിരുന്നു. ഇവർക്ക് പക്ഷേ കുഴപ്പമൊന്നുമില്ല. അതിന് മാറുമെന്നാണ് പ്രതീക്ഷ. വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇയാൾ ഫുഡ് കഴിക്കാനൊക്കെ ഇച്ചിരി മടിയാണ്. വെള്ളവും കാര്യങ്ങളും ഫുഡൊക്കെ നമ്മൾ കൂട്ടി തന്നെ വെച്ച് കൊടുക്കുന്നത്. ഇപ്പൊ 2 ആയതുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടിലോട്ട് മാറ്റിയിരിക്കുന്നത്. അതിന് മുമ്പ് വലിയ കൂട്ടിലായിരുന്നു കിടന്നിരുന്നത്. ബാക്കിയുള്ള ഏകദേശം 502 കാടക്കോഴികള് ഇതിനോടകം ചത്തുപോയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെച്ച കോഴികളല്ലാതെ സേഫാണ്, ഓക്കെയാണ്, നമുക്കൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർക്ക് അത്ര ഈ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയപ്പോഴത്തേക്കുള്ള പ്രശ്നമാണെന്ന് തോന്നി. പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് ഒരു ദിവസം ഏകദേശം ഒരു 20-25 ഒക്കെ വെച്ച് ചത്തുപോകുമായിരുന്നു. അങ്ങനെ ഇപ്പൊ 2 മാസത്തിന് ശേഷം ഏകദേശം 2 കാടക്കോഴികളുള്ളൂ. ഇത് ഇതുവരെ ഒരു മുട്ട പോലും നമുക്ക് കിട്ടിയിട്ടില്ല. 45 ദിവസത്തിനാണ് സാധാരണ കാടക്കോഴി മുട്ട ഇടുന്നത്. പക്ഷെ നമുക്ക് ഇതുവരെ ഒരു മുട്ട പോലും കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് എല്ലാം ചത്തുപോയി. ഇനി ബാക്കിയുള്ള 2 കാടക്കോഴിയുടെ വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതായിരിക്കും ടാറ്റ.